ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏത്തപ്പഴം പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. ഇത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് മുറിച്ചതിന് ശേഷം ഇതുപോലെ ആക്കി ആവിയിൽ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ വെന്ത് വരട്ടെ. അപ്പോൾ ഇത് പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇനിയിപ്പോൾ പഴമെല്ലാം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെല്ലം ഉരുക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരച്ച് വെല്ലം ഉരുക്കിയതാണ് ഇത്. ഇതിനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, മുഴുവനായാലും മതി. ഇനി അതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണം. ഇതും കൂടി നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ പഴത്തിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. ഇതിന് വേണ്ടി നമ്മൾ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. നമ്മുടെ ഏത്തപ്പഴം പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ.